അപ്പോൾ നമ്മളെ ചക്ക വിയറ്റ്നാം മേർലിയിൽ ഉണ്ടായ ചക്കയാണ്. ഇപ്പോൾ ഈ വർഷം നമുക്ക് ഫസ്റ്റ് കിട്ടിയ ചക്കയാണ്. നല്ല പൊത്തിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിതിന് മുന്നേ ചക്കൻ്റെ ഒരു ഫോട്ടോസ് ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ പഴുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്താ അവസ്ഥ എന്നുള്ളതൊന്ന് ഫോട്ടോസ് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊന്ന് മുറിക്കാൻ പോകുന്നു. നമ്മൾ 4 വർഷമായിട്ടോ ഈ പ്ലാവ് തൈ കൊടുന്ന് വെച്ചിട്ട് 4ാമത്തെ വർഷമാണ്. ഏകദേശം നമുക്ക് ഈ വർഷം ഏകദേശം ഒരു 10-40ൻ്റെ മുകളിൽ ചക്ക ഉണ്ടായിരുന്നു. ഒക്കെ ഇടിച്ചക്ക ആയിട്ട് ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 3-4 നമ്മൾ ചക്കയായിട്ട് വലുതാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് ഉണ്ടായതാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാൻ പോകുന്നു. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ സ്മെല്ലുണ്ടല്ലോ, ഭയങ്കര സ്മെല്ലാട്ടോ. ശരിക്കും വലിയ കത്തിയിട്ട് ഒരൊറ്റ ഇടൽ ആണ്ടാ. നല്ല കുരു കേട്ടോ അതിന്, നല്ല നല്ല എന്താ പറയുക, ചക്കക്കുരു നല്ല അടിപൊളി ചക്കക്കുരുവാണ്. വിയറ്റ്നാം മേർലിയിൽ 2 ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഉരുളൻ ടൈപ്പാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ പറമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ചക്ക ഉണ്ടായി വരുമ്പോൾ കുറച്ച് നീളം സൈസിൽ നിന്ന് ചക്ക ഉണ്ടായിരുന്നത്. അത് ഇത്ര തന്നെ ഒരു ഗുണം പോരാ. അതിന് എന്തോ ആ പ്ലാവിൻ്റെ കുഴപ്പമായിരിക്കും. പക്ഷേ ഈ ബോൾ ടൈപ്പ് വരുന്ന ഈ സാധനം ഉണ്ടല്ലോ ചക്ക, ഇതല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇടിച്ചക്ക ഇടുമ്പോഴും നല്ല രസമുണ്ട്. നമ്മളിതൊന്ന് കഷ്ണം നമ്മൾ കഴിച്ചിട്ട് നോക്കാം. സാറല്ലേ കുഞ്ഞോ, എനിക്ക് ഇഷ്ടമായി ചക്ക? ഒന്ന് കഴിക്കുക, കഴിച്ചിട്ട് പറയണം കേട്ടാ ടേസ്റ്റ് ഉണ്ടായില്ല എന്നുള്ളത്. അത് കഴിച്ചിട്ട് പറയട്ടാ എങ്ങനെ ഉണ്ട് നോക്ക്, എങ്ങനെ ഉണ്ട് പറയും. എല്ലാം അതുണ്ടോ? നമുക്ക് ഇഷ്ടമായി ചക്ക? അത് കഴിച്ചിട്ട് ഇനി വേറെ കഴിക്കട്ടാ. പക്ക അടിപൊളി, ഒന്നും പറയില്ല. ഇതിൻ്റെ സ്മെല്ലാട്ടോ, ഇതിന് ആ ഒരു അടിപൊളിയായിട്ടുള്ളൊരു മണം. അത് ശരിക്കും ചക്ക പൊത്താ അറിയാം. അതിൻ്റെ ഏകദേശം ഒരു പരിസരത്ത് ഫുള്ള് നല്ല സ്മെല്ലുണ്ടാവും.